നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സൗമ്യ. ഞാൻ കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസറും കൺസൾട്ടൻറ്റുമാണ്. അപ്പോൾ ഒരു ടൈപ്പ് മുടികൊഴിച്ചിലിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം മുടികൊഴിച്ചിലില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഞങ്ങൾ ഒ.പിയിൽ ഡെയിലി വളരെ ഇൻക്രീസിംഗ്ലി കാണുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ പലതരം ഇപ്പം ഹെയർ ഷെഡിങ്, ഹെയർ തിന്നിങ് ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ പറയും. അതിലൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഉണ്ട്, അക്യൂട്ട് ഹെയർ ഷെഡിങ്. അതായത് ക്രമാതീതമായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ മുടി കൊഴിയുന്ന ഒരു അവസ്ഥ. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് അത്ര വെൽ റെക്കഗ്നൈസ്ഡ് അല്ല. ആളുകൾക്ക് അധികം അറിയില്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു കൂടി വരുന്ന ഒരു സംഗതിയാണ് താനും. അപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ്, ജൂലൈ മാസങ്ങളിൽ നമ്മളൊരു ഡെങ്കി എപ്പിഡമിക് പോലെ ഒരുപാട് പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചിരുന്നു. കൂടാതെ മറ്റ് പല വൈറൽ ഫീവേഴ്സും ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെ പലർക്കും വന്നിരുന്നു. കാരണം വിന്റർ വെതറിൽ നമുക്ക് പല രീതിയിലുള്ള ഫ്ലൂ, കോവിഡ്, ന്യൂമോണിയ പലതും വന്നിരുന്നു. അപ്പോൾ ഈ വൈറൽ പനി എന്ന് റിക്കവർ ചെയ്തതിന് ശേഷം ഒരു 2 to 3 മന്ത്സിന് ശേഷം പെട്ടെന്ന് ഒരു മുടികൊഴിച്ചിൽ വരിക. അതായത് നേരത്തെ ചെറിയ രീതിയിലൊക്കെ മുടികൊഴിച്ചിൽ ഉണ്ടായിട്ടുണ്ടാകാം. അത് കൂടാതെ അതിന്റെ അബവ് നമുക്ക് ഒരു ക്രമാതീതമായിട്ടുള്ള 100 അല്ല, 200 അല്ല, 300 അല്ല, അതിൽ കൂടുതൽ മുടികൾ പൊഴിയുന്ന ഒരു അവസ്ഥ കൂടി വരിക. അതായത് ക്ലംസ് ആയിട്ട് മുടി പൊഴിയുക. നമ്മൾ എപ്പോൾ മുടി തൊട്ടാലും എപ്പോൾ ചീവിയാലും മുടി വന്നുകൊണ്ടിരിക്കുക. ആളുകൾ പറയുന്നത് അവർക്ക് തലയിൽ കൈ കൊണ്ടുപോകാൻ പേടിയാണ്. കാരണം മുടി ഇങ്ങനെ കട്ടയായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾ അക്യൂട്ട് ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ റീസൺസ് പലപ്പോഴും പലർക്കും പിടികിട്ടില്ല. നേരത്തെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നിരിക്കാം, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവാതെ പലർക്കും മാനസിക പ്രശ്നങ്ങൾ വരെ ഉണ്ടായതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതിന്റെ മെയിനായിട്ട് ഈ പ്രിസീഡിങ് ഒരു 2-3 മാസം മുന്നേ വന്നിട്ടുള്ള ഈ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ സ്ട്രെസ്സോ സർജറീസ് വന്നതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രസവം മുതലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു ഈവെന്റ് ആയിരുന്നിരിക്കണം. ഏറ്റവും കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത് ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി വന്നവരിൽ ഒരു മെജോറിറ്റിക്കും 2-3 മാസത്തിന് ശേഷം മുടി കൊഴിച്ചിൽ കൂടുന്നതായിട്ട് കാണാറുണ്ട്. അതിന്റെ തോത് എത്രയാന്നുള്ളത് മാത്രം ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? നമ്മളിപ്പം നമ്മുടെ സ്കാൽപ്പിലെ മുടികളെ നോക്കുകയാണെങ്കിൽ 90% മുടികളും നമ്മുടെ ഗ്രോത്ത് ഫേസിലായിരിക്കും ഉണ്ടാവുക. ഒരു ആവറേജ് ഒരു സാധാരണ വ്യക്തിക്ക് 90% ആനജൻ എന്ന് പറയുന്ന ഗ്രോത്ത് ഫേസിലായിരിക്കും. 10% മുടികളാണ് ഷെഡിങ് ഫേസിൽ ഉണ്ടാവുക. അപ്പോൾ ഷെഡിങ് ഫേസിലുള്ള മുടികൾ പോയിട്ട് അവിടെ പുതിയ ആനജൻ ഫേസിലുള്ള ഗ്രോത്ത് ഫേസിലുള്ള മുടികൾ വരുന്നു. ഇങ്ങനെയാണ് ആ ഹെയർ സൈക്കിൾ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആ ഒരു ചക്രം തിരിയുന്നത്. പക്ഷെ ഇങ്ങനത്തെ പെട്ടെന്നുള്ള ഇൻഫെക്ഷൻസ്, നമ്മുടെ ബോഡിയെ ഇമ്പാക്ട് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് വരുമ്പോൾ സൈമിൾട്ടേനിയസ്ലി ഈ മുടികൾ ഒരുമിച്ച് ഗ്രോത്ത് ഫേസിൽ നിന്ന് ഷെഡിങ് ഫേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പം 10 എന്നുള്ളതിന് പകരം ഒരു 30, 40, 50, 60%, ചിലപ്പോൾ 80% മുടികൾ വരെ ഒരുമിച്ച് ഷെഡിങ് ഫേസിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഗ്രോത്ത് ഫേസിലുള്ള മുടികൾ സാധാരണ 3-4 വർഷം നിൽക്കും. ഇപ്പൊ നല്ല നീളമുള്ള മുടിയുള്ളവരാണെങ്കിൽ 10 വർഷം വരെയൊക്കെ നിൽക്കാം. ബട്ട് വൺസ് ഇത് ഷെഡിങ് ഫേസിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അതിന് 3 മാസമൊക്കെ ദൈർഘ്യമുള്ളൂ. അപ്പൊ അതിനർത്ഥം അത് വൺസ് ഇറ്റ് ഷിഫ്റ്റ്സ് ചെയ്ത് 3 മാസത്തിനകം ആ മുടിയുടെ റൂട്ട് പൊങ്ങി മുകളിലേക്ക് വന്ന് നമ്മളത് ചീവുമ്പോഴും ചിക്കുമ്പോഴും അല്ലാതെയും വെറുതെയൊക്കെ ചെടകെട്ടിയായിട്ടായാലും അത് പോയിരിക്കും. അപ്പോൾ ഈ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. പിന്നെ നമുക്കതിനെ വൺസ് ഇറ്റ് ഷിഫ്റ്റ് നമുക്ക് തിരിച്ച് അതിനെ ഈ ഗ്രോത്ത് ഫേസിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ഒരു 70-80% ഹെയർസ് ഷെഡിങ് ഫേസിലേക്ക് ഷിഫ്റ്റ് ആയാൽ വരുന്നത് എന്താന്ന് വെച്ചാൽ അപ്പം അവരറിയില്ല. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷനോ എന്തായിരുന്നോ ആ ഈവെന്റ്, അത് മാനസിക സമ്മർദ്ദമോ സർജറിയോ വാട്ട് എവർ ഇറ്റ് വാസ്, അതിന് റിക്കവർ ചെയ്ത് നമ്മളൊരു 2-3 months ഒക്കെ എത്തുമ്പോഴത്തേക്കും പയ്യെ മുടി കൊഴിച്ചിൽ കൂടാൻ തുടങ്ങുന്നു. അത് വർദ്ധിച്ച് ഒരു പീക്ക് എത്തുന്നു മേ ബി 1 to 2 months. അത് കഴിഞ്ഞ് അത് കുറഞ്ഞ് ആ മുടി കൊഴിച്ചിൽ നോർമൽ ആവുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ഒരു പ്രതിഭാസമാണ്. അതായത് വൺസ് ഈ നമ്മുടെ പോയിട്ടുള്ള മുടികൾ ഷെഡിങ് ഫേസിലേക്ക് പോയിട്ടുള്ള മുടികൾ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന പിന്നെ പുതിയതായിട്ടുള്ള മുടികൾ വരികയും ചെയ്യും. അത് തീർത്തും നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് ഫേസിലുള്ള മുടികളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും പെട്ടെന്ന് മുടികൾ പോകുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ കൂടിയും അതിലുള്ള നമ്മൾ കാണേണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും തിരികെ വരേണ്ടതാണ്. പ്രൊവൈഡഡ് നമുക്ക് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകരുത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് റീഗ്രോത്തിന് മുടി തിരിച്ചു വരാൻ ഒരു പാകമായിട്ടുള്ള ഒരു ഇത് ഒരുക്കി കൊടുക്കാം. അതിനുള്ള ആവശ്യമുള്ള പോഷകങ്ങൾ, നമുക്ക് മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നൊക്കെ ഉള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് ടോട്ടലി റിവേഴ്സിബിൾ ആണ്. പിന്നെ വൺസ് ഈ ഷെഡിങ് ഫേസിലേക്കുള്ള പോയിട്ടുള്ള മുടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത്
അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് ഇനിയുള്ള മുടികൾക്ക് വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. താങ്ക് യു.